യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാൾ സെപ്റ്റംബർ 8 ആഘോഷിച്ചു സഭയിൽ. അപ്പോൾ ആ മാതാവിൻ്റെ ആ ജന്മ തിരുനാളിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ ഓരോ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ക്ഷണിക്കാം. അമ്മയിൽ പ്രാർത്ഥിച്ചു നമുക്ക് വചനം ആരംഭിക്കാം. പരിശുദ്ധ അമ്മയും അങ്ങ് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവം പറയുന്ന കാര്യങ്ങൾ അത് അനുസരിച്ച് ജീവിക്കുവാനും വചനം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച അമ്മയെ പോലെ വചനം ധ്യാനിക്കുവാനും വചനം പഠിക്കുവാനും വചനം അനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ ഈശോയെ മനസ്സിലും എല്ലാം അങ്ങ് ചുമന്ന് കൊണ്ട് നടന്നതുപോലെ ഈശോയെ ഞങ്ങൾ ഓരോരുത്തർ ഹൃദയത്തിലും എല്ലാം മനസ്സിലും ശരി എല്ലാം ഈശോയുടെ സാന്നിധ്യം എന്നും അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ കഷ്ടപ്പാടുകളെയെല്ലാം ദൈവപിതാവിൻ്റെ തിരുമനസ്സിനെ കീഴ്വഴങ്ങിക്കൊണ്ട് അതെല്ലാം പ്രത്യാശയോടെ സഹിച്ച പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. പരിശുദ്ധ അമ്മയുടെ 8 നോമ്പ് ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോയി ഒത്തിരി പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ആ ഒരു പ്രാർത്ഥന മാത്രം ഇല്ലാതെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കുന്നത് നമുക്ക് ആത്മീയമായ നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നൊരു ഉറപ്പുമില്ല. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിലെ ഭൂമിയിലെ രാജ്ഞിയായിട്ട് തീർന്നത്. അതേപോലെ നമ്മളും ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ദൈവം വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിറവേറും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മളും സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് ഇടയാകുകയുള്ളൂ. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുന്നിൽ പോയി മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുള്ള നല്ല നല്ല ഗുണങ്ങൾ, ആത്മീയമായ പുണ്യങ്ങൾ അതൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അമ്മയുടെ കൈപിടിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മേലങ്കീത കീഴിൽ നമ്മുടെ കുടുംബത്തെയും നമ്മൾ ഓരോരുത്തരെയും പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയെ സ്നേഹിക്കാനും ഈശോ അവൻ പറയുന്നത് പോലെ ചെയ്യുകയെന്ന് കാനായിലെ കല്യാണ വീട്ടിലെ മാതാവ് പറഞ്ഞത് അതാണ്. അതേപോലെ ഈശോ നമ്മൾ മാതാവ് വഴി ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്വർഗത്തിലേക്കുള്ള കുരുക്ക് വഴിയാണ് മാതാവ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഈശോയിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മാതാവിൻ്റെ മധ്യസ്ഥം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാതാവിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് മാതാവ് നമ്മെ ഓരോരുത്തരെയും ഈശോയിലേക്ക് ആനയിക്കുമെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മാതൃഭക്തിയിൽ വളർന്നു വരാം. മാതാവുമായി നല്ലൊരു ആത്മബന്ധം വളർത്തിയെടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ഓൾറെഡി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. എന്നാൽ നമ്മൾക്ക് ഒരു ഭാഗത്തൂടെ നമ്മൾ ഓരോ വചനങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ബലഹീന നിമിത്തം പല വചനങ്ങളും നമ്മൾ വിട്ടുപോകുകയും നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് കഴിയാതെ വരുന്ന ഒരു പാപത്തിൻ്റെ ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള നമ്മൾക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം വിചാരിച്ചുകൊണ്ട് ആ അമ്മ ഈശോയിലേക്ക് നമ്മളെ ഓരോരുത്തരെ എത്തിക്കുമെന്ന ബോധ്യത്തിൽ ജപമാല ചൊല്ലുവാനും അങ്ങനെ വിശുദ്ധിയിൽ എളിമയിൽ അനുസരണത്തിൽ ദൈവഗീതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരിച്ച് ദൈവവചനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവപിതാവിൻ്റെ രക്ഷണീയ കർമ്മത്തിൽ ഒരു ഭാഗഭാവുത്വമാവുകയും അങ്ങനെ ദൈവപുത്രനെ ഇതാ കർത്താവിൻ ദാസി എന്ന് പറഞ്ഞ് ആ ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ മാതാവായി ദൈവം ഉയർത്തിയപ്പോഴും ദാസിയായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം എളിമയിൽ ആ എളിമയും കൃപയും നിറഞ്ഞ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടെ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും പരിശ്രമിക്കാം. അങ്ങനെ നമുക്ക് വചനഭാവത്തിലേക്ക് കിടക്കാം.
പിതാവായ ദൈവത്തിൻ്റെ സമാധാനം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ ജനനി, ദൈവത്തിനായി സ്വന്തം ജീവിതം മുഴുവനും സമർപ്പിക്കപ്പെട്ടവളായിരുന്നു പരിശുദ്ധ അമ്മ. രണ്ട് വിശുദ്ധരായ മാതാപിതാക്കളിൽ നിന്നാണ് ആയിരുന്നു പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ. യോവാക്കിമും അന്നയുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ. എന്നാൽ പരിശുദ്ധ അമ്മ മേരി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയായിരുന്നു. അനാദി മുതലേ ദൈവം ഏഡൻ തോട്ടത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ജന്മം നൽകാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയവളായിരുന്നു പരിശുദ്ധ അമ്മ. നന്മ മാത്രം ചെയ്യുവാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും പാപരഹിതമായൊരു ആത്മാവ് വചനമായ ദൈവത്തെ വസിക്കാനുള്ള ഒരു ഇരിപ്പിടമായി പരിശുദ്ധ കന്യാമറിയത്തെ പ്രത്യേകമായി തന്നെ ദൈവം സൃഷ്ടിക്കുകയും അവൾ ജനിക്കുമ്പോൾ തന്നെ അമ്മയോൽബയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അന്ന മകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ഒരു പ്രവചിച്ചതായിട്ട് നമുക്ക് യാക്കോബിൻ്റെ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ പ്രഭയോടെ നീ പ്രകാശിക്കും, ലോകത്തിലെ സകല ജനങ്ങളും നിന്നെ സാഷ്ടാംഗം പ്രണമിക്കും, നിന്നെ സ്നേഹിക്കുകയും നിൻ്റെ സ്നേഹത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവരെല്ലാം അനുഗ്രഹീതരായിത്തീരുമെന്ന് അന്ന പ്രവചിച്ചു. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് തീരാനായിട്ട് അവർക്ക് ഓരോരുത്തർക്കും സാധിക്കും. മാതാവിൻ്റെ മാതാപിതാക്കൾ ഒത്തിരി വാർദ്ധക്യത്തിൽ മക്കളില്ലാതെ ജീവിച്ച വ്യക്തികളായിരുന്നു. അവർ അന്ന് ഈ കുതിരത നിയമപ്രകാരം മക്കളില്ലാത്തവർ ശപിക്കപ്പെട്ടവരായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ വൃദ്ധരായ ദമ്പതികൾക്ക് അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രത്യാശപൂർവ്വം ദൈവത്തിൻ്റെ മുന്നിൽ കാത്തിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഴയ നിയമത്തിലെ ഒരു ബുക്ക്, യാക്കോബിൻ്റെ പുസ്തകം എന്ന അപ്രമാദികത്വമുള്ള ഒരു പഴയ പുസ്തകത്തിലാണ് ഈ പരിശുദ്ധ അമ്മയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് അറിവ് ലഭിച്ച സമയത്ത് മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ രക്ഷകൻ്റെ അമ്മ ജനിക്കാൻ പോകുന്നുള്ള അറിവ് പാതാളത്തിൽ എല്ലാം പൈശാചിക പാതാളത്തിലുള്ള ആദ്യ മാതാപിതാക്കൾക്കെല്ലാം ആ അറിവ് ലഭിച്ചു. അവരെല്ലാം അതിയായി അതിൽ സന്തോഷിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ പുത്രന് ജന്മം നൽകാനുള്ള ഒരു രക്ഷാകരമായ ദൗത്യം ഈ ഭൂമിയിൽ നിറവേറാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത അവർക്ക് ലഭിച്ചപ്പോൾ തന്നെ ജെറുസലേമിലും പലസ്തീനയിലുമുള്ള പിശാചുബാധിതരായവരെല്ലാം അലറി വിളിച്ചു. ഇത് ഈശോയെ കരങ്ങളിൽ വഹിച്ച ശിമയോൻ കണ്ടു. രാത്രിയിൽ ഈ സംഭവം കേട്ടുണർന്ന ശിമയോൻ ഈ ബഹളം കേട്ട സ്ഥലത്തേക്ക് ചെന്ന് പിശാചുബാധിതരോട് ചോദിച്ചു, എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഒരു കന്യകയെ ഗർഭം ധരിച്ച്
ധരിച്ചിരിക്കുന്നു. അതാണ് ആ പിശാചുകൾക്കെല്ലാം ആകെ പേടിയായിട്ടാണ് അവരിൽ നിന്നുള്ള ആ സകല പൈശാചിക ശക്തികൾ ഈ ഭൂമിയിൽ നിന്ന് ചില വ്യക്തികളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായിട്ട് ആ ശിമയോൻ കരങ്ങളിൽ വഹിച്ച ശിമയോൻ കാണുകയുണ്ടായി. മാതാവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ പൈശാചിക ശക്തികൾ വളരെ ഭയപ്പെടുന്നതായിട്ട് പിശാചിനെ ബഹിഷ്കരിക്കുന്ന പല വ്യക്തികളും അവരനുഭവത്തിൽ നിന്ന് അവർ പറയുന്നുണ്ട്. ഓരോ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പോഴും സാത്താൻ്റെ തലയിൽ ആണി വെച്ച് തറയ്ക്കുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നതെന്നാണ്. ജയമാല കൈകളെടുക്കുമ്പോൾ അതിൻ്റെ ഒച്ച കേട്ടുമ്പോൾ പോലും ശബ്ദം കേൾക്കുമ്പോൾ പോലും സാത്താൻ ഇറിറ്റേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് സാത്താനെ ബഹിഷ്കരിക്കുന്ന പല വ്യക്തികളും അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. മാതാവിൻ്റെ ആ ജനനം അസഹനീയമായിരുന്നു പിശാചുകളെ സംബന്ധിച്ച്. ആ പിശാചു ബാധിച്ച വ്യക്തികൾ അലറിക്കൊണ്ട് ആ ശരീരങ്ങളിൽ നിന്ന് വിട്ടുപോയി. അങ്ങനെ ആ പ്രദേശങ്ങളിലെല്ലാം മാതാവ് ജനിച്ച ആ സമയത്ത് തന്നെ ഡെലിവറൻസ് പ്രാർത്ഥന ആരും ചൊല്ലാതെ തന്നെ മാതാവ് ഈ ഭൂമിയിൽ ജനിച്ച ആ സമയത്ത് ബന്ധനം പിശാചു ബാധ ബാധിച്ച എല്ലാ വ്യക്തികളിൽ നിന്നും ആ ബന്ധനം വിട്ടുപോയതായിട്ട് ആ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാവ് ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്. പരിശുദ്ധ നന്മയിൽ നിന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ദൈവപുത്രൻ ജനിക്കുമെന്നും ഇതിൽ പരിശുദ്ധ അമ്മ വിശ്വാസം ഉള്ളവർക്ക് പാപത്തിൽ ജീവിക്കാനുള്ള കഴിവും സാത്താനെ ആ വ്യക്തിയെ പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള വ്യക്തികളോട് സാത്താനെ തൊടാനായിട്ട് ഒരിക്കലും സാധിക്കില്ലെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാനായി സാധിക്കും. പരിശുദ്ധ അമ്മയെ ജപമാലയും ഉത്തിരിയും രണ്ട് ആയുധങ്ങൾ നമ്മെ സാത്താനുമായുള്ള യുദ്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ അതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്ക് ദൈവം നൽകിയ രണ്ട് ആയുധങ്ങളാണെന്ന് മനസ്സിലാക്കാം. യാക്കോബിൻ സുവിശേഷങ്ങളിൽ നിന്നാണ് മാതാവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ചർച്ചക്കാരിയായ എലിസബത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നുവെങ്കിലും മേരി ലേവി ഗോത്രത്തിൽപ്പെട്ടവളായിരിക്കാനായിരിക്കും സാധ്യത എന്നാണ് തെളിവുകൾ പറയുന്നത്. AD 170 യാക്കോബിൻ്റെ ലേഖനങ്ങളിൽ നിന്നാണ് മാതാവിൻ്റെ യോവാക്കും അന്നായെയും കുറിച്ചുള്ള മാതാപിതാക്കളെ കുറിച്ചുള്ള സത്യം അവരാണ് മാതാപിതാക്കളെന്ന സത്യം മനസ്സിലാക്കിയത്. വിശുദ്ധ മരിയ എന്ന ഒരു വിശുദ്ധയ്ക്ക് ദർശനമേകിയ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ ഇതിൻ്റെ വിവരങ്ങളുണ്ട്. വൃദ്ധരും മക്കളില്ലാത്തവരുമായിരുന്നു യോവാക്കീമും. ദേവാലയത്തിലെ പുരോഹിതനായിരുന്നു യോവാക്കീം. അവരുടെ വാർദ്ധക്യത്തിൽ ആയിരുന്നിട്ടും അവർക്ക് മക്കളില്ലായിരുന്നു. യോവാക്കീമിനും ദൈവപിതാവിലെ നല്ല പ്രത്യാശ ഉണ്ടായിരുന്നു. അവരൊരു കുഞ്ഞിനായി ആഗ്രഹിച്ചു. അതോടൊപ്പം കുഞ്ഞിനായി കാത്തിരിക്കുകയും അവർ ചെയ്തു. ആ പിതാവ് രാത്രി യാമങ്ങളെല്ലാം ദൈവത്തോട് വിശ്വസ്തപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നയും പ്രകാരം പറഞ്ഞു, ദൈവപിതാവാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്നത്. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരികയാണെങ്കിൽ ആ കുഞ്ഞിനെ ദൈവത്തിന് തന്നെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് അവർ ദൈവത്തിന് മുന്നിൽ ഒരു വാഗ്ദാനം ചെയ്തു. അങ്ങനെ സ്വർഗത്തിലെ ദൈവപിതാവിൻ്റെ ആ കൽപ്പന ലഭിക്കാൻ വേണ്ടി ഗബ്രിയേൽ ദൂതൻ അവിടെ ദൈവത്തിൻ്റെ പിതാവിൻ്റെ മുന്നിൽ കാത്തുനിന്നു.
ദൈവപിതാവ് പരിശുദ്ധാമ്മയുടെ ജീവിതത്തിന് ഗബ്രിയേലിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പോകുക, രക്ഷാകര ദൗത്യത്തിന് ആദ്യപടി എന്ന നിലയിൽ അവളെ ആ അമ്മയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുക. ഇതുവഴി ഏദനിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിറവേറപ്പെടും. ഈ ജീവനെ ആ അമ്മയിൽ നിക്ഷേപിക്കുക. അങ്ങനെ ദേവപിതാവിൻ്റെ മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ ശിരസ്സ് നമിച്ചുകൊണ്ട് ആ ജീവനെ കൈകളിലെടുത്ത് ഏറ്റുവാങ്ങി തൻ്റെ ഉള്ളിലെരിയുന്ന സ്നേഹാഗ്നിജ്വാലയാൽ ആ ജീവനെ മറച്ചുകൊണ്ട് ഗബ്രിയേൽ ദേവപിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്രയായി. ഒരു ഭൂമിയെ പിളർക്കുന്ന ഒരു ശബ്ദത്തോടെ ഒരു ഇടിമിന്നൽ എന്നോളം ഭൂമിയിലേക്ക് ആഗതനായ ഗബ്രിയേലിനെ കണ്ട മാത്രയിൽ ദുഷ്ടാരൂപികൾ പുക പോലെ പലായനം ചെയ്തു. രാത്രിയിൽ തളർന്നുറങ്ങിയ അന്നയുടെ പക്കലേക്ക് ഗബ്രിയേൽ കടന്നു വന്ന് തൻ്റെ ഉള്ളിലുള്ള ദൈവമേൽപ്പിച്ച ജീവനെ അവളുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചു. ഇതൊന്നും അറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ യോവാക്കീം പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയായിരുന്നു. സമയത്തിൻ്റെ ഒടുവിൽ ദൈവം മനുഷ്യരുടെ ഇടയിൽ നിത്യവാസം ഉറപ്പിച്ചുകൊണ്ട് അന്നയ്ക്ക് പ്രസവ സമയം അടുത്തുവെങ്കിലും ആത്മാവിലെ സമാധാനം കൊണ്ട് ശോഭയോടെ അന്ന പ്രവചിച്ചു, നീ ലോകത്തിലെ സകല ജനതകളും നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കും. രാജ്യങ്ങൾ നിനക്ക് കാഴ്ചകൾ കൊണ്ടുവരും. അവർ കർത്താവിനെ നിൻ്റെ നാൾ വരുമ്പോൾ നിൻ്റെ കൂടെ ആരാധിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ നിൻ്റെ സ്നേഹത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരായിത്തീരുമെന്ന്. ഈ സമയം പ്രകൃതിയിലും മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. വലിയ കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഒരു ഇടിമുഴക്കവും ഹെർമോൻ മലയിലപ്പുറത്ത് മേഘങ്ങൾ ഉയർന്നു വരുന്നത് തുടങ്ങുകയും അത് ശക്തി കൂടി വന്ന് വലിയൊരു കൊടുങ്കാറ്റിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു. മിന്നലിടി മുഴക്കവും മഴയും. സാത്താനും അവൻ്റെ കിങ്കരന്മാരും നരകത്തിൽ നിന്ന് പുറപ്പെട്ട് വന്നിരിക്കുന്നത് അന്ന് തോന്നുന്നു. അവർ കോപം വെറികൊണ്ട് ഇരിക്കുകയാണ്. ഒരു വലിയ ഇടിമുഴക്കത്തോടു കൂടി അത് ശാന്തമാവുകയും വിശുദ്ധ ഗബ്രിയേൽ അവനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ആകാശത്ത് ഒരു വലിയ ഒരു മഴവില്ല് അർദ്ധവൃത്താകൃതിയിൽ അത് ഇസ്രായേലിനെ മുഴുവനും വെള്ളക്കല്ല് പോലെ അത് തിളങ്ങി. ആകാശം തെളിഞ്ഞു, എല്ലാ മാലിന്യങ്ങളും നീങ്ങി. സൂര്യൻ ഒരു വലിയ വജ്രം പോലെ പ്രകാശിക്കുകയും പൂർണ്ണചന്ദ്രൻ ഉദിക്കുകയും ഉദിച്ചുയർന്നുകയും ചെയ്തു. അന്നയുടെ പ്രസവം എടുത്ത സ്ത്രീകൾ നല്ല ശരീരപുഷ്ടിയുള്ള ഒരു കുഞ്ഞിനെ പൊതിഞ്ഞു കൊണ്ടുവന്ന് അത് യേശുവിൻ്റെ അമ്മയായ ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം
സാത്താനെ പരാജയപ്പെടുത്തിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കേട്ടത്. ആ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ സ്വന്തമായിത്തീരുന്നു. അവളുടെ കളങ്കരഹിതമായ പരിശുദ്ധി വഴിയും സാത്താനെ ജയിക്കാനായിട്ട് ഓരോ വ്യക്തികൾക്കും സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ വിവാഹിതരായ സ്ത്രീകളുടെ മാതൃകയായിട്ട് പരിശുദ്ധ അമ്മയെ അറിയപ്പെടുന്നു. യേശുവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാപക യോഹന്നാൻ്റെയും ജനനത്തിരുനാൾ മാത്രമാണ് സഭയിൽ ഇങ്ങനെ ഇത്രയും ആഘോഷപൂർണ്ണമായി ആഘോഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ വിശുദ്ധരുടെയും മരണദിനമാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. പരിശുദ്ധ അമ്മയെയും ബഹുമാനിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും ഈശോയെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈശോയ്ക്ക് വളരെയധികം സ്നേഹവും ഭക്തിയും നമ്മോട് തോന്നുകയും ചെയ്യുന്നു. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്ഷാകരമായ സംഭവമാണ് മാതാവിൻ്റെ ജനനം. നമ്മുടെ രക്ഷ സാധ്യമാക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സമ്മതം വഴി ക്രിസ്തുനാഥൻ്റെ വംശാവലിയിൽ പരിശുദ്ധ അമ്മയുടെ സമ്മതം വഴി നമുക്ക് പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ആരംഭം കുറിക്കുകയാണ് ചെയ്യുന്നത്. അബ്രാഹം മുതൽ പരിശുദ്ധ അമ്മയുടെ ജനനം വരെയുള്ള ഈശോയുടെ വംശാവലിയിൽ പാപികളുടെയും പലരുടെയും പേരുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതം അബ്രാഹത്തിൻ്റെ ജീവിതവുമായിട്ട് നല്ല സാമ്യമുണ്ട്. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല എന്ന് അരുളപ്പാട് കേൾക്കാൻ അബ്രാഹത്തിനും മറിയത്തിനും സാധിച്ചു. പുത്രനെ ബലിയർപ്പിക്കാനായിട്ട് രണ്ടുപേർക്കും മലമുകളിലേക്ക് കയറേണ്ട സാഹചര്യമുണ്ടായി. പ്രതികൂല സാഹചര്യങ്ങളെല്ലാം വിശ്വാസത്തിൽ ഇടറാതെ നിന്നവരാണ് അബ്രാഹവും പരിശുദ്ധ കന്യാമറിയവും. തൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു. ഈ വചനം അതിൻ്റെ പൂർത്തിയിൽ നിറവേറിയത് പരിശുദ്ധ മറിയത്തിലാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പരിശുദ്ധിയിൽ നിഷ്കളങ്കരായിരിക്കാൻ അമ്മയെ ഉത്ഭവപാപത്തിൽ നിന്ന് പോലും ദൈവം പ്രത്യേകം മാറ്റി നിർത്തി സൃഷ്ടിച്ചു. നമ്മളുടെയും ലോകം മുഴുവൻ്റെയും അമ്മയാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ മറിയം. ലൂക്ക 28-ാം അധ്യായത്തിലെ കൃപ നിറഞ്ഞവളെ സുസ്ഥിയും കർത്താവ് നിന്നോടുകൂടെ പരിശുദ്ധ കന്യാമറിയം കൃപ നിറഞ്ഞവളായിരുന്നു. ലൂക്ക 1:30 നമുക്ക് കാണാൻ സാധിക്കും, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നാം ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. വിശുദ്ധ ബെർനാർഡ് പറയുന്നു, നാം കൃപയായിരിക്കുന്നത് പരിശുദ്ധ കന്യാമറിയത്തോട്, കൃപ യാചിക്കേണ്ടത് പരിശുദ്ധ കന്യാമറിയത്തോട് ഒപ്പമായിരിക്കണം. കാരണം അവളാണ് കൃപ കണ്ടെത്തിയവൾ. നമുക്ക് നഷ്ടപ്പെട്ട
ദൈവചൈതന്യം, പാപത്താൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ അമ്മ വഴി നമുക്ക് തിരിച്ചു നേടിത്തരും. പാപികൾ തൻ്റെ കൃപ കണ്ടെത്താനായിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ പക്കലേക്ക് ഓടിയെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ കണ്ടെത്തി കൊടുക്കാനായിട്ട് വിശുദ്ധ ലോറൻസ് പറയുന്നുണ്ട്, നാം കർത്താവിൽ നിന്ന് കൃപ കണ്ടെത്താൻ പരിശുദ്ധ അമ്മയെ കാത്തു സൂക്ഷിക്കണം. മറിയത്തിൻ്റെ പക്കലേക്ക് നമുക്ക് തിടുക്കത്തിൽ പോയി കഴിഞ്ഞാൽ പരിശുദ്ധ കന്യാമറിയാൻ നമുക്ക് തിടുക്കത്തിൽ കൃപ ലഭിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാമറിയം തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ നമ്മളും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള അവബോധം നിറയുകയും അവരെ ശുശ്രൂഷിക്കാനും അവരെ സഹായിക്കാനും വേണ്ടിയും നമ്മളും ദൈവദിനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ മാത്രമാണ് നമ്മളും അങ്ങനെ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയുള്ളൂ. പരിശുദ്ധ മറിയം യേശു ക്രിസ്തുവിന് പരിശുദ്ധ അമ്മയെ വന്നിറഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്തത്. നമ്മൾ സ്വാർത്ഥലാഭത്തിന് വേണ്ടി മാത്രം യാത്ര ചെയ്യുമ്പോൾ അപരൻ്റെ കഷ്ടതയിൽ നമ്മെ നോക്കി കാത്തിരിക്കുന്ന അപരനെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ലോകത്തിലേക്ക് നഷ്ടപ്പെട്ടവ ലോകത്തിലെ കാലുവരിയിൽ കുരിശിൻ്റെ സമയത്തും അമ്മ നമ്മുടെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒറ്റപ്പെടലിൻ്റെയും സമയത്ത് പരിശുദ്ധ അമ്മയെ നമ്മെ ഒരിക്കലും തനിച്ചാക്കിയിട്ട് പരിശുദ്ധ അമ്മ നമ്മെ ഒരിക്കലും വിട്ടുപോകുകയില്ല. മത്തായി 7:12 കാണുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവം അതേപോലെ മറ്റുള്ളവർക്ക് നിങ്ങളും അതേപോലെ ചെയ്യുക. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. നമുക്ക് വചനങ്ങൾ സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവവുമായി അഭേദമായ ബന്ധം നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹിതവും ദൈവപരിപാലനയും അനുഭവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. എട്ടുനോമ്പ് എന്നതിനെ കുറിച്ചൊരു ചരിത്രം തന്നെ നമ്മുടെ സഭയിലുണ്ട്. എന്താണ് ആ എട്ടുനോമ്പിൻ്റെ ചരിത്രമെന്ന് നമുക്കൊന്ന് നോക്കാം. ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ ആക്രമണത്തിന് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായി ഒത്തിരി പേര് വധിക്കപ്പെടുകയുണ്ടായി. പുരുഷന്മാരെല്ലാം തടവിലാക്കപ്പെടുകയും പശ്ചാത്തലത്തിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും മാനഭംഗത്തിനും ഒക്കെ ഇടയാവുകയും അനേകം കുടുംബങ്ങൾ നശിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. അതിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരായ വ്യക്തികളെല്ലാവരും അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ നാമധേയമുള്ള ദേവാലയങ്ങൾ ഒന്നിച്ചു കൂടുകയും 8 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥനയെ ചെലവഴിക്കാൻ തുടങ്ങി. ആലുവ പുഴയിൽ വെള്ളം പൊങ്ങി വരികയും ടിപ്പുവിൻ്റെ സൈന്യം അങ്ങനെ തിരിച്ചു പോയി എന്നുമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ആണ് അന്നത്തെ അമ്മമാർ കുടുംബങ്ങളിലെ വിശുദ്ധീകരണത്തിനും കുടുംബങ്ങളിലെ സംരക്ഷണത്തിനും വിവാഹജീവൻ നയിക്കുന്ന വ്യക്തികളുടെ ദാമ്പത്യ വിശ്വസ്തതയ്ക്കും വേണ്ടി വിശ്വാസം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പല കുടുംബങ്ങളും നമുക്കുള്ളത്. ആ പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങളും കുഞ്ഞുമക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. സാമ്പത്തിക പ്രതിസന്ധിപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്തെങ്കിലും മേഖലയിൽ മുറിവിട്ട് പോയ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെ സംരക്ഷണം വരെയും ജീവിതത്തിൽ നിലനിന്നു പോകാനുള്ള ഒരു ശക്തി പരിശുദ്ധ അമ്മ നമുക്ക് നൽകും. പരിശുദ്ധ അമ്മയെ നീലാക്കിക്കൊണ്ട് അമ്മ നമ്മളെ ഓരോരുത്തരെയും പൊതുവെ സംരക്ഷിക്കാനായിട്ട് അമ്മ നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ സമാധാനത്തിനും വേണ്ടിയും നമ്മൾ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ നീലാങ്കി കീഴിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മറിയത്തിൻ്റെ ജനനം ഉഷകാല നക്ഷത്രത്തിൻ്റെ ഉദയമായിട്ടാണ് ഒരു ദിനമായിരുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ ഇരിപ്പിടമായിട്ട് ഒരു കന്യാമറിയത്തെ തിരഞ്ഞെടുത്തു. ദൈവം പിതാവ് അനാദി മുതൽ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവപിതാവ് തിരഞ്ഞെടുത്തു. ദൈവത്തിന് മുന്നിൽ എളിയ ദാസിയായിട്ട് ജീവിച്ചപ്പോൾ ദൈവം തന്നെ ഉയർത്തി. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം നിരക്ഷകനായ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുഃഖങ്ങളെ നേരിട്ടവളാണ്. അവഹേളനങ്ങൾ വന്നപ്പോൾ നിശബ്ദമായി പതരാതെ ജീവിച്ചവളാണ് പരിശുദ്ധ കന്യാമറിയം. ജീവിതത്തിലെ ഓരോ സമയത്തും ദൈവഹിതം നിറവേറാൻ വേണ്ടിയും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായും ഈ അമ്മ എന്ത് ചോദിച്ചാലും ദൈവം അത് നിരന്തരമായി സ്വർഗത്തിലേക്ക് ഉള്ള ഒരു ഗോവണിയാണ് പരിശുദ്ധ മറിയം. ദൈവത്തിന് മനുഷ്യർക്കിലേക്ക് കടന്നു വരാനായിട്ട്, മനുഷ്യർക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാനായിട്ട് ഒരു ഗോവണിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുള്ള മാതൃകയും എല്ലാം പ്രചോദനമായി നമുക്ക് ഓരോരുത്തർക്കും തീരാം. ഹൃദയമെല്ലാം ഒരു ശ്രീകോവിൽ പോലെ എപ്പോഴും ഈശോയെക്കുറിച്ച് ഓർക്കുകയും ജീവിതത്തിൽ ഒരു നിമിഷം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയും ജീവിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദുഃഖങ്ങൾ, ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ, സഹനങ്ങളെല്ലാം പരിമള സുഗന്ധ പുഷ്പങ്ങളായി ഉയർത്തുകയും ചെയ്തവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതം ദൈവത്തിന് ചുറ്റും ഉള്ള ഒരു പ്രദർശനമായിരുന്നു. ദൈവത്തിന് കൂടിയിരിക്കാനായിട്ട് പാകമായ ഒരു ശ്രീകോവിലായിട്ട് അവളുടെ ഹൃദയം ദൈവത്തിനും ജീവിതത്തിൽ എപ്പോഴും മന്ത്രിച്ചുകൊണ്ട് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അതെല്ലാം ദൈവത്തിന് ഒരു പൂജാ പുഷ്പങ്ങൾ പോലെ ദൈവപിതാവിന് സമർപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിൽ ഓരോ നിമിഷവും കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എളിയ ദാസിയെ പോലെ ജീവിക്കാൻ പരിശുദ്ധ കന്യാമറിയത്തിന് കഴിഞ്ഞു. പരിശുദ്ധ അമ്മ ഇന്നും ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് ഇന്നും തയ്യാറാണ്. പരിശുദ്ധ അമ്മയാണ് ദൈവത്തിലേക്കുള്ള കുറുക്കുവഴി.
പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ചേർന്നാൽ നമ്മൾ ശക്തരായിത്തീരും. വിശുദ്ധരെല്ലാവരും പറയുന്നത് പോലെ ജയമാലേന്തിയ കൈകൾ ആയുധം പിടിക്കുന്ന കൈകളേക്കാൾ ശക്തിയുള്ളതാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാനായിട്ട് ജീവിതത്തിൽ ഒരിക്കലും പരിശുദ്ധ അമ്മയെ കൂട്ടിപ്പിടിച്ച ഒരു വ്യക്തിയും ജീവിതത്തിൽ ഒരിക്കലും പതറിപ്പോകാനായിട്ട് ഇടവരികയില്ല. ജയമാല ചൊല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുകയും ജയമാല ചൊല്ലി കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുന്ന സകല വ്യക്തികളും എപ്പോഴും സുരക്ഷിതരും ആയിത്തീരും ജീവിതത്തിൽ എപ്പോഴും. ഡൊമിനിക് സേവിയോ അൽത്താരപാലന്മാരുടെ മധ്യസ്ഥനാണ്. ഡോൺ ബോസ്കോയായിരുന്നു ഡൊമിനിക് സേവിയോയുടെ ആത്മീയ പിതാവ്. വളരെ ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ഡൊമിനിക് സേവിയോ മരിക്കുകയും അങ്ങനെ ഒരു ദിവസം ഡോൺ ബോസ്കോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പൂച്ചെണ്ടുമായിട്ട് ഡൊമിനിക് സേവിയോയുടെ മുന്നിൽ ഡോൺ ബോസ്കോയുടെ മുന്നിൽ ഡൊമിനിക് സേവിയോ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്താണ് വെള്ളവസ്ത്രം എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധിയാണ് വെള്ളവസ്ത്രം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ബൊക്കയിലുള്ള പൂക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. എന്നെ സ്വർഗത്തിലേക്ക് നയിച്ച കുറുക്ക് വഴി പരിശുദ്ധ അമ്മ വഴിയാണ് ഞാൻ സ്വർഗത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേർന്നതെന്ന് ഡൊമിനിക് സേവിയോ ഡോൺ ബോസ്കോ ഇത് പറയുന്നുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ പദവിയിൽ എത്തിച്ചേരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ അമ്മയാണെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എപ്പോഴും പറയുമായിരുന്നു. പരിശുദ്ധ അമ്മയെ ജീവിതത്തിലുണ്ടായിരുന്ന പുണ്യങ്ങൾ സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മാതൃകയാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവിതത്തിലുണ്ടായിരുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു. ഞാൻ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈശോയെ സ്നേഹിച്ച് ജീവിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. വിശ്വാസത്തിൽ ആഴപ്പെട്ടവളായിരുന്നു. പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ജീവിതം പൂർണ്ണമായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് അത് എല്ലാം സഹനങ്ങളിലെല്ലാം ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഇല്ലായ്മയുടെയും കാര്യത്തൊഴുത്തായിരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനായിട്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ് ഒരു ജീവിതം നയിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. പരസ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു പരിശുദ്ധ കന്യ മറിയം. കാനായിലെ കല്യാണ വീട്ടിലും എലിസബത്തിൻ്റെ എന്നെ ശുശ്രൂഷിക്കാനായിട്ട് പോയപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയും കരുണാപൂർവ്വം അപരനിലേക്ക് കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകയാണ് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ യേശുവിൻ്റെ വചനം പാലിക്കാനായിട്ട് പ്രത്യേകം പ്രധാനപ്പെട്ടതാണ്. ലൂക്ക 2:10 പറഞ്ഞു, അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധ കന്യാമറിയത്തിനൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അതെല്ലാം വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിനെ ഭക്ഷിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും നയിക്കുന്നത്. യോഹന്നാൻ 6 നിങ്ങൾ എന്നെ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രകാശമുള്ള യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനകം ചെയ്യുന്നവർ ഞാൻ എന്നിലും അവൻ എന്നിലും വസിക്കുമെന്ന് യേശു പറയുന്നുണ്ട്.
യേശുവിനെ ഹൃദയത്തിലും ശരീരത്തിലും മനസ്സിലും പ്രതിഷ്ഠിക്കാത്ത വ്യക്തികൾ എത്ര വിശുദ്ധ കുർബാന സ്വീകരിച്ചാലും അതൊരു യാന്ത്രികമായ ഒരു രീതിയായിട്ട് അഭ്യാസം മാത്രമായിട്ട് തീരുകയാണ് ചെയ്യുക. അതുകൊണ്ട് എമ്മാവൂസിൽ പോയ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ശരീരം മുറിച്ച് അപ്പം മുറിച്ച് കൊടുക്കുന്നതിന് മുൻപ് തന്നെ വചനം കൊടുത്ത് അവരുടെ ശരീരത്തെ അവരെ ആത്മീയമായിട്ട് വചനം കൊടുത്തുകൊണ്ട് യേശു അവരെ ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തികച്ചും വ്യത്യസ്തമായ ആർക്കും സമാനതകളില്ലാത്ത ഒരു ജീവിത അനുഭവങ്ങളിലൂടെയാണ് പരിശുദ്ധ അമ്മ കടന്നുപോയത്. എന്നാലും പരിശുദ്ധ അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഓരോ നിമിഷവും ജീവിച്ചു. എന്തെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മറിയത്തിൻ്റെ മുന്നിൽ ഇത് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയല്ല ചെയ്തത്. ഒരു ജീവിതം മുഴുവനും അതിനു മുന്നും അതിനുശേഷവും ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ച ഒരു പെൺകുട്ടി അടുക്കിലേക്കാണ് വചനമാംസമായി മാറിയത്. നമ്മളുടെ യേശു പുറത്തു വരണമെങ്കിൽ നാം പോകുന്നിടത്തെല്ലാം യേശുവിനെ പരിമളമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ അകത്ത് വചനം ധ്യാനിച്ച് വചനം നിറവേറിക്കൊണ്ട് വചനം വായിച്ചുകൊണ്ട് വചനത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്തതായ 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ നോക്കി മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് നമ്മെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ നിരാശപ്പെട്ടായിരിക്കുന്ന മർത്യജന്മങ്ങളിലേക്ക് പ്രകാശമായിട്ട് വചനം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരുടെ മേൽ വരുമ്പോൾ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാനായിട്ടുള്ള ശക്തിയും ഉള്ളവരായിട്ട് നാം ഓരോരുത്തരും തീരുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മെ തീർക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരുടെ മേൽ വന്നു കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് നടക്കുകയില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞതും നാം പറഞ്ഞതുമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങളുമായി വന്നു നിറയുന്നമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ കുഞ്ഞ് നിൻ്റെ മേൽ ഗർഭം ധരിച്ച് യേശു ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേര് വരുന്ന അവൻ പിതാക്കന്മാരെ ദാവീദിന്റെ സിംഹാസനത്തിൽ അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേലെ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടായിരിക്കില്ലെന്നുള്ള വചനങ്ങൾ നമുക്ക് വചനഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മയെ ഇത് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെപ്പോഴും ആവർത്തിച്ചു വിടാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമുക്ക് സാധ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ദൈവത്തിന് സാധിക്കുമെന്നും കുറച്ച് ആവർത്തിച്ച് ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് നമുക്ക് ഉരുവിട്ടുകൊണ്ട് നമുക്ക് നടക്കാം. നമുക്ക് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട്
നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും സാധിക്കാൻ സാധിക്കില്ലെങ്കിലും ദൈവത്തിന് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരാൻ സാധിക്കുമെന്നും നമുക്കുള്ള ആ വെളിപാട് ബോധ്യം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ബുദ്ധിതലത്തിലേക്ക് ചിന്തയിലേക്ക് ദൈവമേ തരുന്നമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ജപമാല എന്തിനാണെന്നും ഇങ്ങനെ ആവർത്തിച്ചെല്ലുന്നതെന്നും പല വ്യക്തികളും നമ്മൾ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ നിയമത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയുടെ കാതുകളിലേക്ക് ഈ വാക്ക് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ ഈ വാക്കുകൾ അവൾ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവൾ ഉദരത്തിൽ ദൈവം വന്ന് പിറന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ നന്മ നിറഞ്ഞ ജപം ചൊല്ലുമ്പോൾ ഈശോയുടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ വചനമാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ആ വചനത്തിന് അസാധാരണമായ ശക്തി നമ്മളിലേക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അകത്ത് ക്രിസ്തു പുറത്ത്, നമ്മളിലൂടെ ക്രിസ്തു പുറത്ത് വരണമെങ്കിൽ നമ്മുടെ അകത്ത് ദൈവവചനം കയറി ഇറങ്ങി വസിക്കുന്ന ഒരു ആലയമായി നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതുവഴി ഈശോ പുറത്തു വന്ന് അമ്മയിൽ വചനം മാംസമായി തീർന്നതുപോലെ വചനം ധ്യാനിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്നും വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ്. ഈ വചനം കണ്ണും പൂട്ടിയിട്ട് വിശ്വസിച്ചു. ആ വചനത്തിൽ പറഞ്ഞതെല്ലാം നിറവേറുമെന്നും വിശ്വസിച്ചു. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് വന്ന് പറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഗബ്രിയേൽ മാലാഖയെ സ്വന്തം വ്യക്തിപരമായ വാക്കുകളായിരുന്നു. അത് പിതാവായ ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവപിതാവ് തന്നെ പറഞ്ഞതാണ്, നീ നന്മ നിറഞ്ഞവളാണ്, ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്നാണ് ദൈവം പരിശുദ്ധാത്മാവ് അപ്പോൾ പറഞ്ഞത്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് ഈശോ മാതാവിനെ കുറിച്ച് പറയുന്നത്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയും സംസാരിക്കുമ്പോൾ ആ വ്യക്തി സംസാരിക്കുന്നത് ആ വ്യക്തിയല്ല, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവാണ്. എലിസബത്തിലൂടെ ആ വാക്കുകളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റേതാണ്. ആ വാക്കുകൾ നിന്റെ ഉദരഫലം അനുഗ്രഹീതമാകുന്നു. ഇത് ത്രിയേക ദൈവത്തിൻ്റെയും രക്ഷയുടെയും ആരംഭത്തിൻ്റെ വാക്കുകളാണത്. പുതിയ നിയമത്തിലെ രക്ഷയുടെയും ആരംഭത്തിലെ വാക്കുകൾ ഇത് ദൈവത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ആ വാക്കുകൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജപമാല ചൊല്ലിയും ആ വാക്കുകൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കൂടുതൽ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ പേടിച്ചുകൊണ്ട് സാത്താനെ പിശാചിനെ ഒഴിപ്പിക്കുന്ന പല ഭൂതോചന ആൾക്കാരും അവർ പിശാചിനെ എന്ത് ചെയ്തിട്ടും പുറത്ത് പോകാത്ത ഒരു വ്യക്തിയെ, ആവശ്യിച്ച വ്യക്തിയെ പിശാചിനെ പുറത്താക്കാൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ചിട്ട് പുറത്ത് പോകാതെ വരുമ്പോൾ അവർ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചെല്ലിക്കുമ്പോൾ തന്നെ പിശാച് പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് വിട്ടുപോകുന്നതായിട്ട് അവരവരുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും പരിശുദ്ധ കന്യാമറിയം നമുക്ക് വേണ്ടിയും ഈ ലോകം മുഴുവന് വേണ്ടിയും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധി നിറയാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പരിശുദ്ധ അമ്മയോട് ഒരു പ്രത്യേകമായ സ്നേഹം ഉണ്ടായിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.
അപ്പൻ്റെ അമ്മയുടെയും സഹോദരങ്ങളുടെയും സ്നേഹം കിട്ടാതെയും ബുദ്ധിമുട്ടുന്ന എല്ലാ വ്യക്തികളും പരിശുദ്ധ അമ്മയുടെയും പക്കലേക്ക് ചെന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹം കൊണ്ട് നിറയാനായിട്ട് നമുക്ക് ഈശോയുടെ സ്നേഹം ലഭിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലാം. ആ പരിശുദ്ധമ്മ എങ്ങനെയാണ് സഹനത്തിൽ പിടിച്ചു നിന്നത്, എങ്ങനെയാണ് ആ കുരിശൻ ചുവട്ടിൽ നിരന്തരം ഈശോയുടെ അടുക്കൽ നിന്നത് എന്ന്, ഈശോ എങ്ങനെ ജീവിതത്തിൽ സ്വന്തമാക്കിയത് എന്ന് നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നമ്മുടെ ജീവിതത്തിലെ പാപശക്തികളും ജഡികാശക്തികളും അശുദ്ധ ശക്തികളും നമ്മെ വിട്ടുപോകുന്നതായിട്ട് പൈശാചിക ശക്തികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് നമുക്ക് ചെന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നന്മ നിറഞ്ഞ മറിയുമെന്ന് ജപം ചെല്ലുമ്പോൾ പൈശാചിക ശക്തികൾ നമ്മൾ ഒരാളെ തൊടുക പോലും ചെയ്യുകയില്ല. മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ആത്മാവിനെ പിശാചുകൾക്കൊന്നും ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മയോടൊപ്പം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ കൃപ പ്രകാശവും കൊണ്ട് പരിശുദ്ധ അമ്മ ഓരോരുത്തരും നിറയ്ക്കും. ലേവ്യർ 19 അധ്യായത്തിൽ എൻ്റെ മുമ്പിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്ന ഞാൻ നിങ്ങളോട് വിശ്വസ്തരായിരുന്നാൽ നിങ്ങളെ മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ച് ഇരിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും ഈശോ മറ്റുള്ള ജനതകളിൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടിയും വേർതിരിച്ച വ്യക്തികളാണെന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 115 കാണാൻ സാധിക്കും. പനിക്കർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർത്തും അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്കത് മഹനീയമായി തീർന്നിരിക്കുന്നു. ദൈവവചനം അനുസരിച്ച് വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് നമുക്ക് ആയി മാറാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രത്യേകം പരിശ്രമിക്കാം. മനുഷ്യരിൽ ആശ്രയിച്ചാൽ നമുക്ക് പലപ്പോഴും നിരാശ ആയി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പല വസ്തുക്കളെയും പല അധികാരികളെയും പല വ്യക്തികളെയും പല രാഷ്ട്രീയക്കാരെയും നമ്മൾ ആശ്രയിച്ചിട്ട് അവർ സംരക്ഷണത്തിന് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നാശത്തിലേക്ക് നിബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സാത്താന്യ ശക്തികൾക്ക് നമ്മൾ ഈട നൽകുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തോടു കൂടിയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചേർന്നിരിക്കാനായി താല്പര്യം കാണിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ചെന്ന് ഈശോയുമായി വ്യക്തിപരമായിട്ട് ചേർന്നിരിക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ പേരിനും പ്രശസ്തിക്കും ബിസിനസ്സിനൊക്കെ പുരോഗമനമുണ്ടാകാൻ വേണ്ടിയും അതിൻ്റെ പുറകെ പോയിക്കൊണ്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അടിമത്തത്തിൽ വന്ന് പെടുകയും അങ്ങനെ നമ്മൾ പ്രവാസത്തിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. നമ്മുടെ മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിലും സാമ്പത്തികമായി തകർന്നു പോകുന്നതിലും നമ്മുടെ കുടുംബത്തെ ജീവിതത്തെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കുടുംബജീവിതവും മക്കളും പലതും നഷ്ടത്തിലേക്കും ഒക്കെ വൈദ്യുതി വീഴാനുള്ള പ്രധാന കാരണം നമ്മൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിലുള്ള കൽപ്പനകളെയും ദൈവപ്രമാണങ്ങളെയും തള്ളിക്കളഞ്ഞ് നമുക്ക് തകർച്ച നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉറപ്പായിട്ട് തീരും. അപ്പനും അമ്മയും നല്ലൊരു ക്രിസ്തീയ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ആയിത്തീരാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം.
പല വ്യക്തികളും പ്രാർത്ഥനയും വിശ്വാസവും ഉപേക്ഷിച്ചുകൊണ്ട് പണത്തിന് പുറകെ പോകുമ്പോൾ പണം ഒരു വിഗ്രഹമായി തീരുകയും മക്കൾ പ്രാർത്ഥന ജീവിതത്തിൽ നിന്നും നിബന്ധിച്ചു പോകുന്നത് കാണുമ്പോൾ ഒരു വിഷമവും പ്രയാസവും ഇല്ലാത്ത മാതാപിതാക്കൾക്ക് പിന്നീട് തകർച്ചയുടെ ഒരു ഒരു ജീവിതമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക. മക്കളെ നമ്മുടെ മക്കളെ ദൈവസ്നേഹത്തിലേക്കും ദൈവവിചാരത്തിലേക്കും പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ആനയിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് പ്രത്യേകമായി കടമയുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു സംസ്കാരവും സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരവും പ്രാർത്ഥനയുടെ ഒരു സംസ്കാരവും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരവും അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ദൈവത്തെ ഉപേക്ഷിച്ച കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പകർന്ന് നമ്മൾ താഴ്ന്നു പോകാനായിട്ട് ഇടവരും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ എല്ലാം പുതുക്കിപ്പണിയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ അനിവാര്യമായ ഒരു ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധമായ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ദൈവം പറയുന്നതനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ഹൃദയത്തിലും മനസ്സിലും എല്ലാം ഈശോയെ സാന്നിധ്യം നിറവേറ്റിക്കൊണ്ട് നമുക്ക് പരിശുദ്ധമായ മാതൃകയെ ദൈവഹിതനുസരിക്കലും ദൈവത്തിന് പരിശുദ്ധമ്മയുടെ ഗുണങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ കൈപിടിച്ചുകൊണ്ട് ജയമാല ചൊല്ലിക്കൊണ്ട് ഈശോയുടെ പക്കലേക്ക് അനുഗ്രഹിക്കാൻ നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ